ഗൈസ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജസ്റ്റ് നമ്മളെ പേരല്ലേ, അതായത് നമ്മളെ അവിടെ പണി കഴിയാത്ത നമ്മളെ പേര് ജസ്റ്റ് ഒന്ന് ഇമ്മക്ക് കാണാൻ പറഞ്ഞു. അപ്പൊ നമ്മള് അവിടെ വരെ പോവുകയാണ് ഇമ്മാനെയും കൊണ്ട്. ഇമ്മ താക്കണേ ഞൊണ്ടി പിടിച്ച് അല്ലേ അമ്മ? ഇമ്മമ്മടെ വരി 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 ഗൈസ്, ഇമ്മമ്മയും സെറ്റ് ആയിക്കണേ. പോവല്ലേ എന്നാ നമ്മള് പെരി പോയോക്കല്ലേ? പോവാ, ഒരുപാട് കാലമായി പോയിട്ട് പറഞ്ഞ. അപ്പൊ നമുക്ക് എന്തായാലും പോയോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഞങ്ങട്ട് ഇറങ്ങി നോക്കാം. പോവല്ലടാ? എങ്ങനെ പോവാ? അതാണ് ഇപ്പൊ ഡൗട്ട്. വണ്ടിയില്ല, വണ്ടി ആകെ ഒരു വണ്ടി ഉണ്ട്. ട്രിപ്പ് അടിച്ചേണ്ടി വരുമോ? ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് വണ്ടി ആകെ ഒന്നോളല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആദ്യം ഇതുവാണോ വേണ്ടേ ഗൈസ്? ഉമ്മാക്ക് ഇപ്പൊ ചെറുതായിട്ട് കുത്തിപ്പിടിച്ച് നിക്കാണെങ്കിലും വെയിക്ക് ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഹയർ. ആ അതാണ് ഇത്. ഞാന് ഇമ്മമാനെയും ബനിയും കൊണ്ടുപോകേണ്ടതാക്കാം. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇമ്മാനെ എടുക്കാൻ വേണ്ടി വരാം. അപ്പൊ നമ്മള് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വീട് കൊടുക്കാം. നമ്മളിവിടെ റോട്ടിലെത്തിക്കണ്. മറ്റോണാക്കണ ഈ സാധനം കൊണ്ട് വരുന്നുണ്ട്. ഇതും കൂടി എടുക്കാന്നാ പറയണേ. ഇതാണ് നമ്മുടെ ഇമ്മാന്റെ വാഹനം, പരിവാഹനം, മയിൽ വാഹനം. ഉമ്മമാനോടെ താഴത്ത് കിടക്കിക്കണ്. ഞാൻ ഇനി പോയിട്ട് ഉമ്മാനെ കൊണ്ടുവരാം. ഇനി പോയി ഉമ്മമാനെ അങ്ങോട്ട് ആക്കിയോ? എവിടേക്ക്? പെരനങ്ങോട്ട് ആക്കിയോ? ആണോ? അല്ല പെരനങ്ങോട്ടല്ല, ആ റോട്ടുമ്മക്ക് ആക്കിയോ? അതാണ് നിർത്തിയത്. ഓക്കെ, എന്നിട്ട് നമുക്ക് മഴ കൊണ്ടുപോകാം. ജി മയിൽ വാഹനം ഓടിച്ചോ. ഞാനിത് ഗൈസ് ഉന്തി അവിടേക്ക് എത്തിച്ചേട്ടോ. ഇവിടെ ഏകദേശം കുറച്ചുണ്ട്. എത്ര മീറ്റർ? 500 മീറ്ററോ 700 മീറ്റർ? ഏകദേശം കുറച്ചുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ട് ഉന്തി പോവാനി, പക്ഷെ കൈമ പരിക്കായോണ്ടാണ് പറ്റാത്തത്. അവിടെ എത്തിയിട്ടേ കണലത്തിരിക്കട്ടോ ഗൈസ്. നമ്മളിവിടെ ആളിവിടെ വെയിറ്റിംഗ് ആയിരുന്നു. വരി കേറി ഇറങ്ങി. ചാടിക്കളിയുണ്ട് എന്റെ മേത്തേക്ക്. എന്റെ തോളത്തത് തോളത്ത് തൂങ്ങിക്കോളി. അങ്ങനെ കേട്ടോ. എന്നിട്ട് ജാമായിക്കോ. എന്തിനാ തൂങ്ങി ഇറങ്ങണ്? തൂങ്ങി ഇറങ്ങല്ലെന്ന് പറഞ്ഞ ഇന്നെ പിടിച്ചാ മതിയായി. നോക്കി പിടിച്ചാ മതി. നാ മൂപ്പനോട് കേറി എങ്ങനെയൊക്കെ കേറി കിട്ടി. അൽഹംദുലില്ലാ ഹയർ. ഞാൻ അവിടെ കൊണ്ടുപോയി തട്ടട്ടെ. എന്തായാലും ഇനി മാനോടെ കൊണ്ടുപോയി ഇല്ല, അതൊക്കെ ഞാൻ പിടിച്ചോണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. ഞാൻ ഈ സാധനം ഇതില്ലേ ഉന്തി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അനീനവിടെ കണൽ തിരുത്തി പോയിക്കണേ. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ? ഹലോ, ഇവിടെ ഇവിടെ ഇരിക്കണ്ട. ഇത് പിന്നെ തൊഴിലുറപ്പിനൊക്കെ ഇരുന്ന് ശീലമായോണ്ട് ഇവിടെ ഇരുന്ന് ഇരിക്കാണ്ട് ഒരു പ്രശ്നമല്ല. ഗൈസ്, ഇമ്മയും അനു വരുന്നുണ്ട്. ഇത് ഉമ്മ എന്താ പറയുന്നേ? ഇവിടെ ഇവിടെ എങ്ങനെ ഇറങ്ങാന്ന് ഇപ്പൊ എങ്ങനെ ഇറങ്ങാ? എങ്ങനെ ഇപ്പൊ നമുക്ക് താഴത്തേക്ക് എത്താ? ഗൈസ്, ഞങ്ങളെ പേര അതാണ് കേട്ടോ. ഇതല്ല ഇത്. എവിടെ എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് വെക്കുക? അല്ലെങ്കിൽ നമുക്ക് വണ്ടി ആ മൂലക്ക് അവിടെ നിർത്തിയിട്ടേ ഇത് കൂടെ ഇറങ്ങേണ്ടി വരും. ഈ വഴിയില്ലേ? അല്ല ബൈക്ക് ടീച്ചർ ആ പെരറ്റെത്തും അടച്ചെത്തും. നമ്മൾ പോകാണ്. മാനി കൊണ്ട് നമ്മൾ ഓഫ് റോഡ് പോവാണ്. ഏതാ വജ്ജിമ? മുറ്റത്ത് കത്താവല്ലോ അവസാനം തിരിച്ചാൻ പറ്റാതെ ഗതി എത്തിച്ചിട്ട് അങ്ങനെ കിണറാക്കി വെച്ചിരുന്നു. വജ്ജുണ്ട് പറഞ്ഞിട്ട് എന്നോട് വയ്യുണ്ട് പറഞ്ഞിട്ട് ഇവിടെ ഒരു കിണറിനെ കണ്ടിട്ട് കൊണ്ടുവന്ന് നിർത്തിയാണ്. ഞാൻ ഇങ്ങനെ വണ്ടി അങ്ങോട്ട് പോവാ. ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഇവിടെ വലിയൊരു കുജ്ജുണ്ട്. ഓരോരോ വണ്ടി മതി, ഉപകാരം കിട്ടുന്നുണ്ട് അതിനുകൊണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഇതിന്റെ ഉള്ളിൽ വേറൊരു സീൻ ഉണ്ടായിട്ടോ. കുറെ ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ കിണറിന്റെ കോലം എന്താന്ന് കാണിച്ചു തരാം. ഉറപ്പാണ് ഈ കിണർ ഇങ്ങനെ തന്നെ ആവുന്നത്. കാരണം ഇത് പാടത്താണ് പേര. എവിടുന്ന്? പാലിയേറ്റീവ്ന്നോ? ആ, അത് വാങ്ങിക്കഴിഞ്ഞാൽ മതി. ആ എടാ ഇങ്ങോട്ട് നോക്ക്. ആ അങ്ങനെ വാ അതാവുമ്പോ പിന്നെയും കുഴപ്പമില്ല. അതാവുമ്പോ പിന്നെയും കിണറ് കാണാം.
എന്റെ അല്ല ഇനി കിണറിന്റെ മട്ടം കണ്ടു നോക്കിട്ടോ ഗൈസ്. കിണറിന്റെ കോലപ്പൊ കാണിച്ചു കേട്ടോ. ഇളക എന്നിട്ടൊന്നല്ലോ ഇത് പാടാണ്. കിണറിന്റെ കോലം നോക്ക്. അതാണ് ഉമ്മാനോട് പറഞ്ഞത്, ഇത് പാടാണ് ഉമ്മ. പാടത്തോണ്ടേ പെരച്ച് നിങ്ങൾ ചേറാണ് കിടക്കണത് കണ്ടില്ലേ. ഇതാണ് ഇതിന്റെ അവസ്ഥ, കിണറിന്റെ അവസ്ഥ. ചോദിച്ചാദ്യം പറയുന്നത് പാടത്തോണ്ടേ പെരച്ചു എന്നിട്ട് ഇപ്പൊ കിണറിന്റെ കോലം കണ്ടില്ലേ പോ. അതന്നെയാണ് ഉമ്മ. എന്നാലും ഉമ്മ വെള്ളം ഒന്ന് കുടിച്ചാൽ നോക്കി നോക്ക് എന്തേക്കാരും ചോയ. അത് മണത്ത് നോക്കിക്ക, അത് മണത്ത് നോക്ക്. അവിടെ നോക്കട്ടെ. അത് ശരിയാണ്, ഒരു പ്രശ്നമല്ല. പിന്നെ കുഴപ്പമില്ല. നമുക്ക് മോശമായത് മാത്രം കൊടുത്താൽ മതി. അപ്പൊ വെള്ളത്തിന് കുഴപ്പമില്ല ഗൈസ്. എന്ത് എന്ത് അതായത് ഇപ്പൊ നമുക്ക് എത്ര കൊല്ലായി അവിടേക്ക്? നമ്മൾക്ക് ഇപ്പൊ എത്ര, നമ്മക്ക് സ്വന്തമായിട്ട് ഇപ്പൊ എത്ര കൊല്ലായി കിണറിൽ ആക്കണേ? വെള്ളം കുത്തിയില്ല, കിണർ കുത്തി അതിൽ 6 മാസം വെള്ളം കുടിച്ചാൻ കഴിഞ്ഞില്ല. അപ്പൊക്കെ പാടി ഇടിഞ്ഞു പൊളിഞ്ഞു. ഞങ്ങളിപ്പോ നിക്കണ പേരല്ലേ അവിടെ, അവിടെ കിണർ കുത്തീനി. പക്ഷേ എങ്കിൽ ഇപ്പൊ എങ്ങനെയായാലും ഒരു 10-25 കൊല്ലായിട്ട് കിണറില്ല. അത് അപ്പൊ അതിലേറെ അയക്കണോ? ചെറുപ്പത്തിലേ കിണറില്ല. അപ്പൊ കിണർ തന്നെയല്ല വഴി. ഇപ്പൊ നമ്മള് പാർക്കണ്ടല്ലോ ആ പേര കയറ്റിയ പിന്നെയാണ്. കുഴപ്പമില്ല. ഇതെന്താണ് പൂജിച്ചട്ടിക്ക്? ഞാൻ കരുതി വല്ല പൂജിച്ചു വല്ല വൈ കിട്ടിയൊക്കെയാണെന്ന്. നമുക്ക് പേരന്റെ ഉള്ളു നോക്കാം. കൊറേ കാലായില്ല അതിന്റെ ഉള്ളിൽ കയറിയിട്ട്. നമ്മളെ വായമക്കൊല ഉണ്ടായിരിക്കുന്നു അല്ലേ? വെച്ച വായക്കയിലൊരു ഉപകാരമുണ്ടല്ലേ ഇവനെ കൊണ്ടൊന്നും പെരീക്കത്തിനുണ്ടോ? മൂന്നാമത്തെ പെരി കൊണ്ടുണ്ടോ? ശരി. ഇതേതാ പായതാ? നേന്ത്രേ മൈസൂർ. അത് എവിടെ നീ ഒച്ച മാത്രം കേൾക്കണ? വരുന്നുണ്ടല്ലേ? വരി വരി. എന്നങ്ങനെ അടുത്തോ? നമ്മളെ തറ ഉണ്ടാക്കിയപ്പോ അപ്പൊ ഇത് എത്ര വലിപ്പണ്ടേനി. JCB മാന്തിങ്ങാണ്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ? ഓർമ്മല്ല. എന്നിട്ട് ഇത് പറ്റ പോയിനി. വെള്ളമൊക്കെ നനച്ച് ഏതായാലും ഉണ്ടായി. ആണോ? കൊലക്കാനെ വെക്കണേ അമ്മച്ചി കുട്ടികൾ വെട്ടി കൊണ്ടുവന്നോണ്ടിട്ടോ. ഇത് ഞങ്ങോട്ട് കൊലക്കാനത് കൊലച്ചില്ലേ? ആ കൊലച്ചിക്കണേ മൂർക്കാനെ കറൂത്തൊക്കെ നല്ല വെറൈറ്റി കറൂത്താവുണ്ട്. നമ്മള് പേരന്റെ ഉള്ളിലേക്ക് നേരെ പോയേക്കാൻ പോണേ. നമ്മളെ റൂമൊക്കെ എങ്ങനെ ഉണ്ടോ? അവിടെ എങ്ങനെ എന്ത് ചെയ്യാനാ? നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പണി തുടങ്ങാം. ശരി. അതാ അവിടെ കുത്തായിരുന്നോ? എന്റെ റൂമൊക്കെ ആക്കണ ഉണങ്ങി പിടിച്ചിറക്കണേ. സംഭവം സെറ്റാണ് അല്ലേ? റൂമൊക്കെ സെറ്റാണ്. അത് ഈ ഏരിയയിലൊരു തണലുണ്ട്. ഉമ്മ അവിടെ തണലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയിലൊരു തണലുണ്ട്. ബാത്റൂമില്ല. എന്റെ റൂമിൽ നിന്ന് ബാത്റൂമിൽ കേടാ സുഖം. ആയിക്കോട്ടാണ് ചാടിയാ മതി. പക്ഷെ ആയിക്കോട്ടെ വാതിലോ. ഇൻഷാല്ലാ നമ്മള് നോമ്പ് കഴിഞ്ഞിട്ട് പണി തുടങ്ങണമെന്ന് വിചാരിക്കണുണ്ട്. എന്തുകൊണ്ട്? അതുകൊണ്ട് തന്നെ തുടങ്ങാം. പിന്നെ യൂട്യൂബിന്റെ ഒന്ന് വേഗം ശരിയാവട്ടെ. ശരിയാക്കി ഞങ്ങളെ പണി ഞങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ടാക്കും. കാരണം അതിലുള്ള എമൗണ്ട് നമുക്ക് കിട്ടാത്തോണ്ടാ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പണി എന്തായാലും സ്റ്റാർട്ടാക്കും. കാരണം ഇപ്പൊ കുറഞ്ഞ എമൗണ്ട് മതി. കാരണം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പെരയാണല്ലോ. ഒരു 50,000 ഉറുപ്പിക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് പണി ചെയ്യാൻ പറ്റും. അത് പണി കഴിഞ്ഞാൽ ബാക്കി പഞ്ചായത്തിൽ നിന്ന് പോലും തരും. അതാണ് സംഭവം. അപ്പൊ നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കണേക്കാണ്. ആ യൂട്യൂബ് ശരിയാവട്ടെ. യൂട്യൂബിന്റെ ചെറിയൊരു ബ്ലോക്ക് ചതില് കളയാം. ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മ ഒരു ടീം നമ്മളോട് പറഞ്ഞേക്കണേ. നമ്മളെ പെരമൊക്കെ ഓട്ടോത്താൻ വരുന്നുണ്ടോ? ഓട്ടത്താനോ? മറ്റേ ചെതലില്ല വരുന്നില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആള് വന്നിക്കാണ്. കേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാള് എനിക്ക് മെസ്സേജ് അയച്ചാണ്. നമ്മളെ പെരക്ക് ഇപ്പൊ ചെതലെങ്ങാനും കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാ. ചെതല് കയറാക്കാൻ വേണ്ടി ഭാവിക്ക് ചെതല് കയറാക്കാൻ വേണ്ടിട്ട് പെര ഇപ്പൊ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. ഒരു എന്നിട്ട് ഇത് കൂടെ ഒക്കെ ഓരോ ഡ്രില്ല് വെച്ചിട്ട് ഓരോ ഓട്ടാള് കൊടുത്തു. ചോക്ക് അങ്ങനെ എന്തൊരു സാധനം, ചോക്ക് പോലത്തെ സാധനം ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് ഇതാക്കും. ഫില്ല് ചെയ്തിട്ട് ഓല് ഇതാക്കും. എന്താ പറയാ, സിമെന്റ് ഇടും. പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ പെയിന്റോ അങ്ങനെ എന്താണ് എന്താ തേക്ക് എന്താണ് ചെയ്യാം. അതെന്തറിയോ 5 വർഷത്തിനൊക്കെ വാറന്റി ഉണ്ട്. 10 വർഷം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സാധനത്തിനും ചതില് പിടിക്കൂല.
അങ്ങനെയാണ് അതിനെ 10-15 കൊല്ലത്തിന് പറയുന്നത് നമ്മളിതൊക്കെ സിമെന്റാണ് അവിടെ ഇതൊന്നും ചാടിപ്പിടിച്ചാൽ വരുന്നില്ല. നമ്മൾ ഈ മരം ഇവിടെ ഇത് കൂടെ ഒക്കെ ചെതല് കയറില്ലേ ഈ സാധനം കൊറേ ആവുമ്പോ ചെതല് കയറില്ലേ ഈ ചുമരുമ്പോ കൂടെ ഒന്നും ചെതല് കയറില്ലാന്ന് ഇപ്പൊ എല്ലാരും ഈ വാർപ്പും പേര് ആയാലും ചെതല് കയറുന്ന പ്രശ്നമുണ്ട്. എന്തല്ലേ നമ്മളെ ലീൻ കമ്പി ആക്കണ പേരുടെ നേരെ മുകളിൽ കൂടെ തന്നെ ഈ ലൈൻ കമ്പി വല്ല തീരുമാനമാവും. എനിക്കറിയില്ല. ഞാൻ സത്യം പറയാലോ നമ്മുടെ ചാമ്പ്യൻ ആണോന്നോ അറിയണ ആരോ നമ്മളെ ചാമ്പ്യാണ്. കാരണം ഞാനും ഇവനും ഇവിടെ നാട്ടിലില്ലേ. ഇപ്പൊ ഈ ഇമ്മയും ഞാൻ കാര്യം നാട്ടിലുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നമുക്കിത് ആരാ അറിയാം, നമുക്ക് ആരോട് ചോദിച്ചാൽ പറ്റിയ നമ്മള് എന്തായാലും അറിയുന്ന ആൾക്കാർ ചാമ്പി സ്ഥലം നിന്നാണ്ട് ചാമ്പി നല്ല സ്ഥലം ഏതായാലും നേരെ മുകളിൽ പോസ്റ്റ് പാടത്ത് കൊണ്ടുപോയി പേരാ. ഇതിന് ഇമ്മാനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എവിടെ വള്ളി ഉണ്ടോ ഇപ്പൊ വള്ളി ആകാശത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒറ്റ തോട്ടിയാക്കാം. ഇവിടെ ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരികയാണുണ്ട്. ഇനിയിപ്പോ ഏതായാലും പറ്റാല്ലേ എങ്ങനെയും വള്ളത്തിലായാലും എങ്ങനെ കുന്നുമെന്ന് എങ്ങനെയും താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. ഓക്കെ നിക്ക് എടാ പറഞ്ഞോ കുന്നുമെന്ന് എങ്ങനെയും താഴത്തേക്ക് വന്നാൽ നിക്ക് ഇഞ്ഞുണ്ടല്ലേ കുന്നുമെന്ന് എങ്ങനെയും താഴത്തേക്ക് വരാൻ നോക്കിയതായിരുന്നു. ഞാൻ കാട്ടി തരാട്ടോ. ഏറെ ഇപ്പൊ എവിടെയൊക്കെ ഉത്തരിക്കണ അറിയോ? നിങ്ങൾ ഈ കാണുന്നതല്ലേ വലിയൊരു മലയാണിത്. കുന്നുമെന്ന് നമ്മൾ ഇറങ്ങിയത് ഉരുള് പൊട്ടി വിചാരിച്ചിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പോ ആ കുന്ന് നമ്മളെ എതിർ കഴിഞ്ഞോടെ ഇനി പേടി. ഇവിടെ ഇത്ര വെയിലില്ലേ, ഇവിടെ ഇപ്പൊ തന്നെ എന്തെങ്കിലും വലിയ മരം നട്ടുപിടിക്കാൻ നോക്കാം. അതാണ് ഞാൻ ഉമ്മനോട് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇപ്പൊ നിക്കണ പേരുണ്ടല്ലോ, എന്ത് നല്ല പേരുന്നറിയോ. അവിടെ നല്ല മരങ്ങള്, മാങ്ങ, മൂച്ചി, വേറെ എന്തൊക്കെയാണ് പ്ലാവ് എല്ലാം ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിട്ടോ. ഏത് വേനൽക്കാലത്തും അവിടെ നല്ല അടിപൊളി തണലേക്കാരം. ഇപ്പൊ പേരന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയാണ്. വെട്ടി വിറ്റിക്കണേ. ഇതാണ് സാധനം. ആ മുഖം നോക്കട്ടെ, ആ ക്യാമറ കാണിച്ചു. അത് നല്ല ലാഭം കിട്ടും പറഞ്ഞിട്ട് മരങ്ങളൊക്കെ മുറിച്ചു വന്നിട്ട് നഷ്ടത്തിന് കൊടുത്തും ചെയ്താണ്. വേറെ ഏതോ കാക്ക വന്നാണ് നമ്മളെ ശാന്തി ചെയ്തത്. നമ്മളയാള് 3000 ഉറുപ്പിയക്കാണ് അല്ലേ? അത്രക്കും മരങ്ങള് 3000 ഉറുപ്പിക. അതിപ്പോ വെട്ടിയില്ല, അവിടെ നമ്മളെ ശാന്തിയിലേക്കാനി. അത് വെട്ടിട്ടില്ല. ഇപ്പൊ സുഖത്തിലേക്കാണ് സത്യം. പിലാവ് ഇപ്പൊ വളരും 2 കൊല്ലം കൊണ്ട്. ഏത് പിലാവ്? അവിടെ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു പിലാവ് നട്ടിക്കണേ. അപ്പൊ 2 വർഷം കൊണ്ട് വളരും. ഇതാപ്പൊ നമ്മളെ പേരന്റെ ഉള്ളിലെ ലുക്ക് കേട്ടോ. ഞാൻ കാട്ടിത്തരാം. പുറത്തുനിന്ന് ഇതും കൂടി കാട്ടിത്തരാം. ഇങ്ങനെയാണ് കേട്ടോ. ഇതാണിപ്പോ നമ്മളെ പേര. അപ്പൊ നമ്മളെ പേര നോക്കലൊക്കെ കഴിഞ്ഞു. അമ്മ എങ്ങനെയുണ്ട് പേര് എങ്ങനെയുണ്ട്? പേരന്റെ ഇത് കാണുമ്പോ സങ്കടം വരുന്നുണ്ട്. പണി തീരാത്ത വീട് പോലെ തോന്നും. സങ്കടമൊക്കെ ഉണ്ട്. കാരണം കുറച്ച് കാലമായി പെരപ്പണി ഇങ്ങനെ ഇറക്കൽ തുടങ്ങിയിട്ട് ഒന്നും ആയിട്ടില്ല. നോക്കട്ടെ, എന്തേലൊക്കെ ആവുമായിരിക്കണം. ആകട്ടെ, എന്തേലൊക്കെ ആയാലുള്ളൂ ഇങ്ങനെ സമാധാനം. നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് പോവാൻ നോക്കില്ലടാ. നേരെ പോവാ. ഉമ്മ പോവല്ലേ? ഉമ്മാന്റെ വണ്ടി ഇവിടെ ഉണ്ട്, സെറ്റാണ്. ഉമ്മാനെ അതിൽ നേരെ ഇരുത്തിയിട്ട് നമ്മള് നേരെ വരി പോവാ. ഇപ്പൊ നമ്മള് പെരന്റെ അവിടെ പോയി നമ്മള് തിരിച്ചു വന്നു. എങ്ങനെയുണ്ട്? കൊയങ്ങോ അമ്മ? എത്ര ഇടന്ന് കൊയങ്ങിയ അമ്മ? പെട്ടെന്ന് തേനീച്ചും കേറിട്ടോ മാക്സിന്റെ ഉള്ളിൽ കുത്തില്ലേ? ചെറിയൊരു കുത്തും കിട്ടി പൗസിക്ക്. എവിടെയാണ്? അതിന് മുള്ള അടിപൊളി. ഈ പേരന്റെ ഉള്ളിൽ എന്ത് പോകാനാണെന്ന് എനിക്കറിയില്ല പഠിച്ചോനെ. ഈ പേരനുള്ള എന്ത് പോകാനറിയില്ല. എവിടെയും വെക്കാത്ത സ്ഥലത്തൊക്കെയാണ് താക്കോല് ഒളിപ്പിച്ച് വെക്കണേ. ആക്കണ അതിന്റെ മുകളില്. അതിനുള്ളിൽ എന്താ പോലെ ചട്ടിയും പാത്രവും. പൂച്ച. ചട്ടിയും കലായാലും ചട്ടിയും കാലം പോയാലും പൈസ ഇല്ലടാ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ ഇതുവരായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കയറിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അല്ലേ അമ്മ? ഞങ്ങൾ കമന്റിന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇഷ്ടം പോലെ കമന്റ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഉമ്മമാക്ക് എന്താ പറയാനുള്ളത്? കൊറേ ആൾക്കാർ ഉമ്മമാനെ ചോദിക്കണം. ഉമ്മമാക്ക് എന്താ അവരോട് പറയാല്ലേ? എല്ലാവർക്കും എല്ലാവർക്കും നോമ്പ് ആശംസകൾ. എല്ലാരും നല്ല രീതിക്ക് നോമ്പൊക്കെ ഇടുക്കി. എന്താന്നറിയില്ല, ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പൊ എല്ലാവർക്കും വെയ്യായി കേട്ടോ. ഇപ്പൊ താഴത്ത് ഞങ്ങളെ അമ്മായി ആയാലും ആപ്പാപ്പ ആയാലും ഇമ്മ ആയാലും ഞാനായാലും പഠിച്ചതിന് ഉമ്മമാക്ക് ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. ഒന്നും വരാക്കട്ടെ. അത് പിന്നെ പണ്ടൊട്ടേ എല്ലാരും പ്രാർത്ഥന കൊണ്ട് ഇക്കാരം കാല് വേദനയൊക്കെ കുറവുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നീച്ചിക്കാനേലും വെയിക്കുണ്ട്. റമളാൻ മാസമല്ലേ, അപ്പൊ ഏറെ പഠിച്ചോൻ കേൾക്കും നമ്മളത്. അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക്
മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഗൈസ് ഞങ്ങളെ വീഡിയോ എല്ലാവരും കയറിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. സ്റ്റാർട്ട് എടുത്തമ്മ ഇതിക്ക് നോക്കി. ഓക്കെ ടാറ്റ ഗൈസ്.